ഇന്ന് ലോജി ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടും ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിന്റെ വർക്കിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഫണ്ട് ടാക്സേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ 2021 ബെസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ്ലി മാനേജ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമുക്കുള്ളത്. നമുക്ക് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഉള്ളത്. അപ്പോൾ NSEയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BSEയുടെ ഇൻഡെക്സ് ആണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ടോപ്പ് 50 കമ്പനീസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സെൻസസിൽ നമുക്ക് ടോപ്പ് 30 കമ്പനീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ നിഫ്റ്റിയിലുള്ള ടോപ്പ് 50 കമ്പനീസിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻസസ് ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ സെൻസസിലുള്ള ടോപ്പ് 30 കമ്പനീസിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെൻസസ് അതുപോലെ തന്നെ നിഫ്റ്റി. അപ്പോൾ സെൻസസിലും നിഫ്റ്റിയിലെയും കമ്പനീസിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാസീവ്ലി മാനേജ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. അതായത് ഇവിടെ ഒരു ഫണ്ട് മാനേജറിന് അധികം റോളൊന്നുമില്ല. കാരണം ഇവിടെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നോക്കിയിട്ട് അതായത് സെൻസസ് നിഫ്റ്റിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതായത് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ ഇൻഡെക്സ് ഫണ്ടിൻ്റെ കുറവായിരിക്കും. കാരണം ഇതൊരു പാസീവ്ലി മാനേജ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആയതുകൊണ്ടാണ് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് സെൻസസ് നിഫ്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പം എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇൻഡെക്സ് ഫണ്ട് വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിൽ നമ്മുടെ ഇൻഡെക്സിലുള്ള സെയിം സ്റ്റോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നിഫ്റ്റിയിലുള്ള ടോപ്പ് 50 കമ്പനീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ സെൻസസ് ഇൻഡെക്സ് ഫണ്ടിൽ സെൻസസിലുള്ള ടോപ്പ് 30 കമ്പനീസിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു നിഫ്റ്റിയിലേക്ക് ഇപ്പോൾ ഒരു HDFC ബാങ്കിന് 10% ആണ് അലോക്കേഷൻ ഉള്ളതെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലും 10% അലോക്കേഷൻ HDFC ബാങ്കിന് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത് എന്താ വെച്ചാൽ ലോ കോസ്റ്റ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പാസീവ്ലി മാനേജ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫണ്ട് മാനേജറിന് അധികം റോളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റ് ഫീസ് കുറവായിരിക്കും. മാനേജ്മെന്റ് ഫീസ് കുറവായതുകൊണ്ട് ഇവിടെ എക്സ്പെൻസ് റേഷ്യോയും കുറവായിരിക്കും. അപ്പം ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ കുറവായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫണ്ടിന് ഇത്ര ഒരു പോപ്പുലാരിറ്റി റീച്ച് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ. ഇനി നമുക്ക് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ എലിമിനേറ്റിംഗ് മാനേജ്മെന്റ് ഇറേഴ്സ് ആണ്. അതായത് നമ്മുടെ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഫണ്ട് മാനേജർ എപ്പോഴും അണ്ടർ പ്രഷറിലായിരിക്കും ഉണ്ടാവുക. കാരണം നല്ല നല്ല സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, പല സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ലൊരു റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു റോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ലോസിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുന്നത്. ബട്ട് ഈ ഒരു കേസ് നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിൽ വരുന്നില്ല. ഇനി നമുക്ക് തേർഡ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. തേർഡ് അഡ്വാൻറ്റേജ് വരുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇൻഡെക്സിൽ പല സെക്ടേഴ്സിലുള്ള കമ്പനീസുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ട്ഫോളിയോ റിസ്ക് നമ്മളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് വരുന്ന ലോവർ റിട്ടേൺസ് ആണ്. അതായത് നമ്മുടെ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മുടെ ഫണ്ട് മാനേജറിന് ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിന്റെ റിട്ടേൺസ് കുറവായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിപ്പം നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിഫ്റ്റിയിലുള്ള ടോപ്പ് 50 കമ്പനീസിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഇതിൽ 10% അലോക്കേഷനാണ് HDFC ബാങ്ക് ലിമിറ്റഡിന് ഉള്ളതെന്ന് നിങ്ങൾ കരുതുക. ബട്ട് നമ്മുടെ ഫണ്ട് മാനേജറിന് വിചാരിക്കുകയാണ് ഫ്യൂച്ചറിലേക്ക് HDFC ബാങ്ക് ലിമിറ്റഡിന് നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മുടെ ഫണ്ട് മാനേജർ വിചാരിക്കുകയാണ്. ബട്ട് നമുക്കിവിടെ അലോക്കേഷൻ കൂട്ടാൻ സാധിക്കത്തില്ല നമ്മുടെ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ.
ഇനി നമുക്ക് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് വരുന്നത് നോ കൺട്രോൾ ഓൺ സ്റ്റോക്ക് സെലക്ഷൻ. അതായത് നമ്മുടെ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മുടെ ഇൻഡെക്സിലേക്കുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ കമ്പനീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്റ്റോക്കിലേക്കുള്ള ഏത് സ്റ്റോക്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ ഒരു കൺട്രോൾ നമുക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഇൻഡെക്സിൽ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്സ് ഉണ്ടായിരിക്കാം, അതായത് പുവർ ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേർത്ത് അല്ലാത്ത സ്റ്റോക്സ് ഉണ്ടായിരിക്കാം. ബട്ട് നമുക്ക് ആ സ്റ്റോക്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുവാണെങ്കിൽ സത്യം കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു കമ്പനിയുടെ ഫ്രോഡ് കണ്ടുപിടിച്ചപ്പോഴാണ് ആ ഒരു കമ്പനീനെ നമ്മൾ ഇൻഡെക്സിൽ നിന്ന് പുറത്തേക്ക് റിമൂവ് ചെയ്തത്. അപ്പോൾ അതുവരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ലോസ് ബെയർ ചെയ്യേണ്ടതായിട്ട് തന്നെ വന്നിരുന്നു. ഇനി നമുക്ക് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ടാക്സേഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് ഇക്വിറ്റി ടാക്സേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് വരുന്നത് 12 months ആണ്. അതായത് നിങ്ങൾ 12 months കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത് 10% ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് 1 lakh എബോവ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 lakh ബിലോ ആണെങ്കിൽ നിങ്ങൾ യാതൊരു ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ യൂണിറ്റ്സ് നിങ്ങൾ 12 months കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് വരുന്നത് 15% ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ലോ കോസ്റ്റിൽ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം തന്നെയാണ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ വരുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പാസീവ്ലി മാനേജ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് ഫീസ് കുറവാണ്. മാനേജ്മെന്റ് ഫീസ് കുറവായതുകൊണ്ട് തന്നെ എക്സ്പെൻസ് റേഷ്യോ കുറവാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറവ് എക്സ്പെൻസ് റേഷ്യോ ഉള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ സെക്കൻഡ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആണ്. അതായത് നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ദാൻ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ഉള്ളവർ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ വരുന്നത്. ഇനി തേർഡ് ഫാക്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ട്രാക്കിംഗ് എറർ ആണ്. അപ്പോൾ ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ടിൻ്റെ റിട്ടേൺ അതുപോലെ തന്നെ നിങ്ങളുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് ട്രാക്കിംഗ് എറർ ഉള്ള ഫണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി 2021 ബെസ്റ്റ് ഇൻഡെക്സ് ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം ബെസ്റ്റ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ബെസ്റ്റ് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ബെസ്റ്റ് 5 മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UTI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടാണ്. സെക്കൻഡ് വൺ HDFC ഇൻഡെക്സ് ഫണ്ട് നിഫ്റ്റി 50 പ്ലാൻ. തേർഡ് വൺ ICICI പ്രൂഡൻഷ്യൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടാണ്. ഫോർത്ത് വൺ SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്. ഫിഫ്ത്ത് വൺ ടാറ്റ ഇൻഡെക്സ് നിഫ്റ്റി ഫണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്, അതായത് ബെസ്റ്റ് സെൻസസ് ഇൻഡെക്സ് ഫണ്ട്സ് ആണ് നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നിപ്പോൺ ഇന്ത്യ ഇൻഡെക്സ് സെൻസസ് ഫണ്ടാണ്. സെക്കൻഡ് കൊട്ടക് സെൻസസ് ഫണ്ട്. തേർഡ് ICICI പ്രൂഡൻഷ്യൽ സെൻസസ് ഫണ്ട്. ഫോർത്ത് വൺ HDFC ഇൻഡെക്സ് സെൻസസ് ഫണ്ട്. ഫിഫ്ത്ത് വൺ ടാറ്റ ഇൻഡെക്സ് സെൻസസ് ഫണ്ട്. ഇനി ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പാസീവ്ലി മാനേജ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സോ ഒരു ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ടിൻ്റെ കോസ്റ്റ് കുറവാണ്, അതായത് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, അതുപോലെ തന്നെ റിട്ടേൺസും കുറവാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഗോൾ ഇതായിരിക്കണം, ഒരു മാക്സിമം റിട്ടേൺ ജനറേറ്റ് ചെയ്യണം എന്നായിരിക്കണം നിങ്ങളുടെ ഗോൾ. സോ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ, അതുപോലെ തന്നെ മാക്സിമം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ, അതുപോലെ കോസ്റ്റ് കുറവില്ല, അതായത് എക്സ്പെൻസ് റേഷ്യോ കുറവിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം.